അതെ അതെ സൂക്ഷിച്ചു കൊണ്ടുപോകണത് മുഴുവൻ റെക്കാർഡാ കേട്ടോ. കളയരുത്, തുറന്നു നോക്കുകയും ചെയ്യരുത്. നാമ പറ പറ. ആ കസര എടുത്ത് എടുത്തോണ്ട് പോ. എടുത്തോ. സാറ് വരണ്ടായിരുന്നു, ഞങ്ങൾ എടുത്തോളാമായിരുന്നില്ല. അത് സാരമില്ല. സൂക്ഷിച്ചു കൊണ്ടുപോകണം. അറിയാതെ പറ്റി എന്നാ അമ്മച്ചി. അമ്മച്ചിയോ? മര്യാദക്ക് പൊക്കിത്തറ. പൊക്കിത്തറ. ഞാൻ തന്നെ പോകണം. ഇപ്പം തന്നെ അങ്ങോട്ട് പോകാൻ. ഈ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് പൊക്കിച്ചെങ്കിൽ പൊക്ക് പിടി പിടി പിടി. അത് പൊക്കാനും അറിയാൻ വയ്യ. ദാദാ ഇതുകൊണ്ട് വിരിച്ചവിടെ പോയി കിടന്നോ കേട്ടോ. ഇങ്ങോട്ട് വന്നേക്കരുത്. ചിന്നു, ചിന്നു, എന്തു പറ്റി മോളെ? ഒന്നുമില്ല. ഉണ്ണില്ലാതെ ഒരു രസമില്ല. അതിനെന്താ, നാളെ സ്കൂളിൽ ചെന്നാ കാണാലോ. എന്നാലും ഞാൻ ഉണ്ണിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ. വേണ്ട മോളെ, ഇനി ഒരു ദിവസം പോവാം. വാ, കാപ്പി കുടിക്കാം. വരും മോളെ. മഞ്ഞക്കിളി മറയല്ലേ കുഞ്ഞിക്കഥ പറയൂല്ലേ. പാട് മോളെ, നാളെ സ്കൂളിൽ പാടണ്ടല്ലേ? എനിക്കറിയാം മമ്മി. മമ്മി വാ. എന്താ മോളെ? വാ മമ്മി, ഇരിക്ക്. മമ്മി ചിന്നുകുട്ടി വിളിക്കും. മമ്മി എന്തിനാ മോളെ ഇപ്പൊ വിളിക്കുന്നേ? വിളിക്കും മമ്മി. ശരി ശരി. ചേട്ടാ, മോളെപ്പോലും മറന്നുപോയല്ലേ? ചേട്ടാ, നാളെ എന്റെ വിവാഹ നിശ്ചയല്ലേ? എന്റെ വിവാഹം കഴിയുന്നത് വരെ ചിന്നുമോൾക്ക് ഞാനുണ്ടാവും. അമ്മയില്ലാതെ വളർന്നൊരു പിഞ്ചു കുഞ്ഞാണവൾ. ഒരമ്മയോട് സ്നേഹം അവൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ ദുഃഖം അറിയിക്കാതെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ പോയാലും അവളെ സ്നേഹവാത്സല്യങ്ങളോടെ വളർത്താൻ ചുമതലപ്പെട്ട ഒരാൾ ഈ വീട്ടിൽ വേണം. ബിസിനസ്സും ടൂറും ഒക്കെ നടക്കുന്ന ചേട്ടന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതിന് സമയം കണ്ടെത്താൻ ഒരുപക്ഷെ ചേട്ടന് കഴിഞ്ഞെന്ന് വരില്ല. ചിന്നുമുള്ള ഭാവി ഓർത്ത് ചേട്ടനൊരു വിവാഹം കഴിക്കണം. അനിയത്തിക്ക് വേണ്ടി ഒരു ചേട്ടന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചേട്ടൻ എനിക്ക് ചെയ്തു തന്നു. ഇന്ന് എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഭർത്താവിനെയും ചേട്ടൻ എനിക്ക് സമ്പാദിച്ചു തന്നു. പക്ഷേ ഒരു സഹോദരി എന്ന നിലയിൽ എന്റെ ചേട്ടനൊരു വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്ന കണ്ടുകൊണ്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാ ചേട്ടന് മറ്റൊന്നും തോന്നരുത്. ചിന്നുമോളെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം മായയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടന് മായയെ സ്വീകരിച്ചൂടെ? എനിക്കെല്ലാം അറിയാം ചേട്ടാ. അന്ന് സഹോദരിമാർക്ക് വേണ്ടി ചേട്ടന് ജീവന് തുല്യം സ്നേഹിച്ച മായയെ ചേട്ടന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇന്ന് ആ മായയെ സ്വീകരിക്കാനാണ് ഈ അനിയത്തി പറയുന്നത്. ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ മായയുടെ കുഞ്ഞ് അച്ഛനില്ലാതെ വളരാൻ ഇടവരരുത്. എന്താ രണ്ടുപേരും കൂടി? ഇരിക്കൂ. ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ്, വൈകുന്നേരം വീട്ടിൽ വെച്ച്. കൺഗ്രാറ്റുലേഷൻസ്. മായ ഉണ്ണിമോളെയും കൂട്ടി വരണം.
ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട്. മായേ, തീർച്ചയായും വരണം. എന്റെ ചേട്ടന്റെയും കൂടി ആഗ്രഹമാണിത്. എങ്ങനെയായാലും ശരി, വിലാസിന്റെ നേരത്തെ എത്തണം. മായ കൂടി ഇല്ലാത്താണ്. നോക്കട്ടെ, കഴിയുന്ന നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നോക്കാം. മായ വന്നിട്ടില്ലേ? ഇല്ല, ലീവിലാണ്. ഓക്കെ, സീ യു. മായേ, അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മുറിപ്പാടിന്റെ വേദന ഇന്നും മാറിയിട്ടില്ലെന്നറിയാം. അന്ന് എന്നെ ആ സാഹചര്യത്തിലേക്ക് എത്തിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മായക്കറിയണ്ടേ? മായക്കത് കേൾക്കുവാനുള്ള സന്മനസ്സുണ്ടായിരുന്നെങ്കിൽ സ്നേഹിച്ച പെൺകുട്ടിയെ... പ്ലീസ്, ഞാനിതെല്ലാം മറന്നു കഴിഞ്ഞു. ദയവായി വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കരുത്. ആർക്കും ഒരു ശല്യമാവാതെ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോളാം. ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയതുകൊണ്ട് മായയുടെ മനസ്സിന് സ്വസ്ഥത കിട്ടുമെന്ന് മായയ്ക്ക് തോന്നുന്നുണ്ടോ? മായ പോകരുതെന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയാൻ എനിക്ക് അവകാശമില്ലെന്നറിയാം. എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ നിന്ന് പോണമെന്നില്ല. ഞാൻ എനിക്ക് വേണ്ടിയല്ല പോകുന്നത്. സ്വന്തം കുഞ്ഞിന്റെ മോച്ചായുള്ള മറ്റൊരു കുഞ്ഞുമായി ഞാൻ ഇവിടെ താമസിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ മാന്യതയായിരിക്കും. എന്റെ മാന്യതയെക്കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. ദുഃഖിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. മായ പൊയ്ക്കോളൂ. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് വേണം പോകാൻ. ഒരുപക്ഷെ പിന്നീട് അതെനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ എന്റെ മനസ്സിന്റെ വെങ്കലിന് അല്പം ആശ്വാസം ലഭിക്കും. ഏറ്റവും നല്ല മനസ്സുമായി തന്നെയാണ് ഞാൻ മായയെ സ്നേഹിച്ചത്. അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കരുണാകരൻ നായരെന്ന പണക്കാരന്റെ മകളുമായിട്ടുള്ള എന്റെ വിവാഹം അച്ഛൻ തീരുമാനിച്ചിരുന്നു. എല്ലാ വിവരവും കാണിച്ച് ഞാൻ മായയ്ക്ക് കത്തെഴുതി. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. എങ്കിലും മായയുടെ കത്തോ വിവരവും എനിക്ക് കിട്ടിയില്ല. മായയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതായപ്പോൾ ഞാൻ മായ അന്വേഷിച്ച് ആശ്രമത്തിൽ ചെന്നു. പല പ്രാവശ്യം. എവിടെയാണെന്നുള്ളതിന് ഒരു വിവരവും എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും എനിക്കുണ്ടായില്ല. എന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന എന്റെ അച്ഛന്റെയും സഹോദരിമാരുടെയും കണ്ണുനീരിന്റെ മുമ്പിൽ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു വീണു. അങ്ങനെ രജനിയുടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വന്നു. മാനസിക രോഗിയായ രജനെ വിവാഹം ചെയ്തുകൊണ്ട് എന്റെ മൂത്ത സഹോദരിമാർ രക്ഷപ്പെട്ടു. അവർക്ക് ഭർത്താക്കന്മാരുണ്ടായി. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താ നീ കാണിക്കുന്നത്?
വീണ്ടും വിധി എന്നോട് ക്രൂരതയാണ് കാണിച്ചത്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോവേദന എത്രയാണെന്ന് മായയ്ക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ മായയോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിരിക്കും. മായയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മായ എന്താണെന്നും മിണ്ടാത്തത്? ചിന്നമോൾക്ക് അച്ഛനുണ്ടെങ്കിലും അമ്മയില്ല. ഉണ്ണിമോൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ അച്ഛ എന്ന് വിളിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ചിന്നമോൾക്കൊരമ്മയെയും ഉണ്ണിമോൾക്കൊരു അച്ഛനെയും നൽകാൻ മായ വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം മായയ്ക്കാണ്. ഇതൊരു പട്ടുസാരിയാണ്. ഒരുപക്ഷെ മായ മറന്നിട്ടുണ്ടാവും. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മായയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നാണ് ഈ സാരി. പക്ഷെ അന്നത് മായയ്ക്ക് തരാൻ എനിക്ക് കഴിഞ്ഞില്ല. മായയുടെ ഓർമ്മയ്ക്കായി ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്റെ അനിയത്തി സന്ധ്യയുടെ വിവാഹ നിശ്ചയത്തിന് മായ വരണം. കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ മായ വരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പോകുന്നു. അതിന് ഞാനവിടെ പോയി പെണ്ണ് കെട്ടി താമസിക്കാനൊന്നും പോകല്ല. ഇന്റർവ്യൂ കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഞാൻ വണ്ടി കയറും. വീട്ടിൽ പോയി തല കാണിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഇവിടെ എത്തും. എന്നാൽ എന്ന് വരുമെന്ന് പറയുന്നേ? അടുത്ത വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും. വെള്ളിയാഴ്ച എത്ര മണിക്ക് വരും? വണ്ടി ലേറ്റ് ആയില്ലെങ്കിൽ, നമ്മുടെ സർക്കാരിന്റെ വണ്ടിയാണേ, കൃത്യം 4 മണി 20 മിനിറ്റ് 10 സെക്കൻഡ് കഴിയുമ്പോൾ അരുമൈക്കാവിലേക്കിട്ടെ വന്ന് ചേരുകയും. മദ്രാസിലേക്ക് വണ്ടി കയറിയില്ല, അതിനുമ്പേ തുടങ്ങി പാണ്ടി തമിഴ്. കൂട്ടുകാർ കാത്തുനിന്ന് വിഷമിച്ച് കാണുമല്ലോ. ഏതാണ് പാർട്ടി? കൊള്ളാമല്ലോ. ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. ആ, ഞാൻ വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, സാറ് വേഗം അങ്ങ് എത്തിയാ മതി. അതേളാ, ഞാൻ വരുമ്പോ നിനക്കൊരു നീല പട്ട് സാരി കൊണ്ടുവരാം. എപ്പടി കിട്ടിയാ കൊള്ളാം. വണ്ടി വണ്ടി കഴിവറവന്മാര് വണ്ടി എടുക്കുന്നുണ്ടെന്ന് ഫോൺ ഓടിക്കല. ആളുടെ